നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ദൈവഹിതത്തെ ആശ്രയിച്ചാണ് സംഭവിക്കുന്നത്. ഭക്തന്മാരായ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയുന്നതിനും ദൈവം നടത്തുന്ന വഴികളെ പോസിറ്റീവായി കണ്ട് അതിനെ മനസ്സിലാക്കി ജീവിക്കുന്നതിനും ഇടയായതുകൊണ്ട് പ്രതികൂലങ്ങളിൽ അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ സന്തോഷവും സമാധാനവും സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി അനുസരിച്ചാണ്. ചിലർ നന്മയിലേക്ക് മനസ്സ് തിരിക്കുവാനും നന്മ ദർശിക്കാനും ശ്രമിക്കുമ്പോൾ വേറെ ചിലർ ഏതിലും ദോഷം തിന്മയും കണ്ടെത്തുന്നു. അശുഭചിന്തകനായ ഒരുവൻ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനോ അവ മാറുമെന്ന് പ്രതീക്ഷയോ ഇല്ലാതിരിക്കുമ്പോൾ ശുഭചിന്തകനായ വ്യക്തി എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് നല്ല ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നവനായിരിക്കും. ആദിപിതാവായ അബ്രഹാമിൻ്റെ ജീവിതം അത് നമുക്ക് കാണിച്ചു തരുന്നു. തൻ്റെ മകനെ യാഗം അർപ്പിക്കാനായി ദൈവം ആവശ്യപ്പെട്ടപ്പോൾ മടികൂടാതെ മോറിയയിലേക്ക് പോയ അബ്രഹാമിനെയും ഇസാക്കിനെയും ചരിത്രം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അബ്രഹാം കാത്തിരിക്കുകയും ആ മകനെ തനിക്ക് തിരികെ ലഭിക്കുകയും ചെയ്തതായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതോടൊപ്പം തന്നെ ശുഭചിന്തകന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് തോമസ് അൽവാ എഡിസൺ. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതിൽ വ്യാപൃതനായ അദ്ദേഹം ആവർത്തിച്ച് പരാജയപ്പെട്ടു. ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു: ഇലക്ട്രിക് ബൾബ് നിർമ്മിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തളരാത്ത മനസ്സും തകരാത്ത പ്രതീക്ഷയും പുലർത്തുവാൻ ശുഭവിശ്വാസിക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇത്തരം പ്രത്യാശയാണ് ജീവിതത്തിൽ ഏറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ച പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാഭരിക്കുന്നു. അശുഭചിന്തകൾ നമ്മുടെ ശരീരത്തിലെ രാസഘടനകളെ തന്നെ ബാധിച്ച് പല മാറ്റങ്ങളും വരുത്തുവാൻ സാധ്യതയുണ്ട്. നാം മറ്റൊരാളെ വിമർശിക്കുമ്പോൾ അശുഭചിന്തകൾ നമ്മിൽ വ്യാപരിക്കുന്നു. അത് അധികമാകുമ്പോൾ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും ഉണ്ടാകുന്നു. കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിച്ചാൽ അത് ഹൃദയരോഗത്തിന് കാരണമായിത്തീരുന്നു. അശുഭചിന്തകൾ ഹൃദയത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ശൗൽ. ദാവീദിന്റെ ഉയർച്ച കണ്ട ശൗൽ അസൂയയുള്ളവനായി തീർന്നു. യഹോവയുടെ ആത്മാവും അവനെ വിട്ടുമാറിയിരിക്കുന്നതിനാൽ അവൻ ദുരാത്മാവിന് അടിമയായി ഒടുവിൽ ദുരന്തപൂർണമായ അന്ത്യത്തിൽ അവസാനിക്കുന്നു. ഫിലിസ്ത്യര് തന്റെ മക്കളെ കൊല്ലുവാനിടയായി. ശൗലിന്റെ അന്ത്യം താന് ഒരു വാൾ പിടിച്ച് അതിൽ വീണ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. യഹോവയുടെ ആത്മാവും അവനെ വിട്ടുമാറിയിരുന്നതിനാൽ അവൻ ദുരാത്മാവിന് അടിമയായി എന്ന് നാം വായിക്കുന്നുണ്ട്. അശുഭചിന്തകളിൽ വ്യാപൃതനായിരിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കാതെ ഇപ്രകാരം സ്വയം നശിക്കുന്നു. ദൈവസേനയിൽ പൂർണ്ണവും പ്രതീക്ഷയും പ്രത്യാശയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ദാവീദ്. യഹോവ തനിക്ക് വിജയം തരുമെന്ന ശുഭപ്രതീക്ഷ അവന് ഉണ്ടായിരുന്നു. ശുഭചിന്തകൾ നമ്മെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്നതോടൊപ്പം പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുകയും നിരാശയിൽ നമ്മെ മടക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവസഹായത്താൽ അശുഭചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് തൂത്തെറിയാം. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ 28-29 വാക്യങ്ങൾ ഇങ്ങനെയാണ്: നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കോട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഏത് പ്രതികൂലങ്ങളെയും വിജയിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ഉറച്ച വിശ്വാസത്തോടെ മുന്നേറുവാൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം.